അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അതിന് തൊട്ട് മുമ്പിലുള്ള തടയാനായ ഷട്ടറുകളൊക്കെ ഇന്നലെ തന്നെ തുറന്നു. അപ്പോൾ മഴയും കൂടി പെയ്യുമ്പോൾ ഇവിടുത്തെ അവസ്ഥ ഭീകരമായിട്ടുള്ള അവസ്ഥയായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് നിർബന്ധ ബുദ്ധിയോട് ഇവിടെ വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും വിനോദസഞ്ചാരികൾ, ഞാനിത് പറയുന്നത് ഇപ്പോൾ ജെഫേസിൻ്റെ മീഡിയയും കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇത് നാളെ ഫേസ്ബുക്കിലൊക്കെ പരമാവധി പേര് ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തേക്ക് വരും ദിവസങ്ങളിൽ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു അപകടമാണ്. ഷട്ടർ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ച് അങ്ങോട്ട് പോകും. മരണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. പരമാവധി വിനോദസഞ്ചാരികൾ ഈ പ്രദേശത്തേക്ക് വരാതിരിക്കാൻ ശ്രമിക്കണം. അപകടം പതിയിരിക്കുന്ന സ്ഥലമാണ്. മഴക്കാലം ആരംഭിക്കുമ്പോൾ പടർന്ന് വരുന്ന പകർച്ചവ്യാധികൾ, ഡെങ്കിപ്പനി, അതോടൊപ്പം തന്നെ മലമ്പനി, എലിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ നാട്ടിൽ കുമിഞ്ഞു കൂടി കിടക്കുന്ന വേസ്റ്റുകൾ, ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും അടക്കം വലിച്ചെറിയുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ പ്രിയമുള്ള നാട്ടുകാർക്ക് ഇപ്പോഴും ഉള്ളത്. വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഇനിയും മാറേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. വലിച്ചെറിയുന്ന ആ സംസ്കാരം, മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സംസ്കാരം നമുക്ക് മാറ്റിയ ഒരു പുതിയ സംസ്കാരം, വലിച്ചെറിയാത്ത മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ്. വലിയ രീതിയിലുള്ള അപകടങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും മാറാരോഗങ്ങളടക്കം ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുക വഴി, ജൈവ മാലിന്യങ്ങൾ മാത്രമല്ല അജൈവ മാലിന്യങ്ങളും അടക്കം നമ്മുടെ നാട്ടിൽ ഇനിയും കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് എന്നുള്ള ബോധം നമ്മൾ ഓരോരുത്തരിലേക്കും ആ അവബോധം എത്തിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും നമസ്കാരം. റീൽസുകളിലൂടെ പ്രശസ്തമായിട്ടുള്ള കൊമ്പംപാറ തടയണ, നമുക്കറിയാം ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തേക്കാൾ കൂടുതൽ ആരാധകരുടെ മനം കവർന്ന ഒരു മിനി വെള്ളച്ചാട്ടമുള്ള, ഏറ്റവും സുഖകരമായിട്ട് വേനൽക്കാലത്ത് കുളിച്ച് ആർമാദിച്ച് ആർത്തുല്ലസിച്ച് ഒടുക്കത്തെ വമ്പൻ ചാട്ടങ്ങൾ പുഴയിലേക്ക് ചാടാൻ പറ്റുമെന്ന് ചാലക്കുടിക്കാരും സമീപവാസികളും എന്തിനേറെ മറ്റു ജില്ലകളിൽ നിന്നുള്ളവരെ വരെ തെളിയിച്ച് റീൽസിലെ ഹിറ്റ് വെള്ളച്ചാട്ടം നമ്മുടെ പ്രിയപ്പെട്ട കൊമ്പംപാറ തടയണ അതങ്ങനെ തുറന്നിരിക്കുകയാണ്. ഇത് പ്രത്യേകം പറയുന്നത് പതിവ് പോലെ പഴയതുപോലെ എല്ലാവരും ഓടിക്കേറി അങ്ങോട്ട് പോകരുത്. ഇന്നലെ തുറന്ന കൊമ്പൻപാറ തടയണ ഈ വെള്ളം അതിശക്തമായിട്ട് പോകുന്നതിന്റെ ഇടയിൽ അവിടെ കുളിക്കാൻ ഇറങ്ങിയ ഏകദേശം 10ഓളം പേർ ഒഴുക്കിപ്പെട്ടു. എല്ലാവരുടെയും നല്ലോണം തൊലി പോയിട്ടുണ്ട്. ഭാഗ്യത്തിന് വേറെ ഗുരുതരമായ അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഈ സമയത്ത് കുളിക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങരുത് എന്ന് പഞ്ചായത്ത് അധികൃതരുടെ പ്രത്യേകം അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കൊമ്പംപാറ തടയണയിലേക്ക് കുളിക്കാനായിട്ട് ഇനി ആരും പോകേണ്ടതില്ല. അവിടെ തടയണയുടെ ഷട്ടറുകൾ ഭാഗികമായി തുറന്നിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുണ്ട്. മഴക്കാലം വരുന്നതിന് മുൻപ് ചുറ്റുവട്ടത്തുള്ള കർഷകർക്ക് സഹായമായി അവർക്ക് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ഷട്ടറുകൾ ഇനിയും തുറക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഭാഗികമായിട്ടുള്ള ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും അവിടെ കുളിക്കാൻ ഇറങ്ങിയ കുട്ടികളടക്കമുള്ളവർ ഈ ഷട്ടറിന്റെ ഉള്ളിലൂടെ പോയി പുറത്തേക്ക് പോയി ഭാഗ്യം എന്നോണം അവർ രക്ഷപ്പെട്ടു. അവർ ജീവന് വേറെ പ്രശ്നമൊന്നും പറ്റിയില്ല. പക്ഷേ ശാരീരികമായിട്ടുള്ള ശരീരത്തെ തൊലിയൊക്കെ പോയിട്ടുണ്ട്. ഇത് പ്രത്യേകം അവിടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്ന, ഈ കൊമ്പംപാറ തടയണയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർ ശ്രദ്ധിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പരിയാരം ഗ്രാമപഞ്ചായത്ത് വിഷയത്തിൽ ഇടപെടണം. അതല്ലെങ്കിൽ പിന്നീട് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഈ ഷട്ടറുകൾ തുറക്കാനായിട്ട് അത്ര എളുപ്പമല്ല. ഹിറ്റാച്ചൊക്കെ കൊണ്ടുവന്ന് തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലും തുറക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് തുറക്കുക എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതിനൊരു ജനകീയ സമിതിയുണ്ട്. ഗ്രാമപഞ്ചായത്ത് വളരെ ക്രിയാത്മകമായി ഈ സബ്ജക്റ്റിനെ കണ്ടു. അവർ കൃത്യമായി തന്നെ ജനകീയ സമിതി വിളിച്ചുകൂട്ടി അതിൽ ഇടപെടലുണ്ടായി. അതിനെ തുടർന്നാണ് കൊമ്പംപാറ തടയണയുടെ ഷട്ടറുകൾ തുറന്നത്. അത് മാത്രമല്ല ആ പ്രദേശത്തെ മലിനമായി കിടക്കുന്ന ആ കൊമ്പംപാറ തടയണകൾക്ക് വഴി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ പുല്ലുകയറി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വളരെ ക്രിയാത്മകമായ ഒരു ഇടപെടലോടുകൂടി ആ പ്രദേശങ്ങളെല്ലാം തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ പരിയാരം ഗ്രാമപഞ്ചായത്ത് മുന്നിട്ടിറങ്ങി എന്നുള്ളത് വളരെ മാതൃകാപരമായ ഒരു സംഭവമാണ്. മറ്റ് ഗ്രാമപഞ്ചായത്തുകളും ഇതുപോലെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു തദ്ദേശഭരണ സംവിധാനങ്ങളെ വിമർശിക്കുമ്പോൾ, അവിടുത്തെ പ്രസിഡന്റിനെ വിമർശിക്കുമ്പോൾ, ചെയർമാനെ വിമർശിക്കുമ്പോൾ പലപ്പോഴും പ്രാദേശിക മാധ്യമ പ്രവർത്തകർ അവരെ ഒരു ഫോക്കസ് ചെയ്ത് അവരെ പ്രത്യേക രാഷ്ട്രീയ കെട്ടുപാടുകൾക്കുള്ളിൽ നിർത്തിക്കൊണ്ട് അവർക്കെതിരെ വല്ലാത്ത രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ പരിയാരം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ക്രിയാത്മകമായി കാണുന്നു, അവർ വിഷയത്തിൽ ഇടപെടുന്നു. കൊമ്പംപാറ തടയണയിൽ ഉടനെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളം തുറന്നു വിടാത്തതിനുള്ള വലിയ ബുദ്ധിമുട്ട് കൃഷിക്കാർ അനുഭവിച്ചാണ്. പക്ഷേ ഇപ്പോൾ അതിന് കൃത്യമായ ഇടപെടലുണ്ടായിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മാടാൻ ഉൾപ്പെടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള VM ടെൻസൺ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് ഈ വിഷയത്തിന് അവർ കൂടുതൽ ക്രിയാത്മകമായി ഇടപെട്ടു. മാലിന്യം അവിടെ നിന്ന് മാറ്റി, അതുപോലെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ വാർഡിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും ഗ്രാമപഞ്ചായത്തിനെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനുള്ള ഇടപെടലാണ് പരിയാരം ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആരും വളരെ ആവേശത്തിൽ കൊമ്പംപാറ തടയണയിലേക്ക് പോയി ചാടാൻ നോക്കരുത്. ചാടിയാൽ നിങ്ങൾ പിന്നെ പൊങ്ങുന്നത് ഒരുപക്ഷെ അന്നമനയുടെ ഭാഗത്തായിരിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകുന്നു. ഇറങ്ങുന്നവർക്ക് ചെയ്യാൻ സാധിക്കുന്ന കൂടെയുള്ള മാതാപിതാക്കളെങ്കിലും ശ്രദ്ധിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി നന്ദി, നമസ്കാരം. പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ഒപ്പം ഊർജിതമായ മറ്റ് ജനോപകാര പ്രവർത്തനങ്ങൾക്കും
ഒരു ബിഗ് സലൂട്ട്.